ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? നിങ്ങളൊക്കെ സുഖമായിരിക്കില്ലേ? ഞാനും സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് കുംഭമേളയിലെ ആ പെൺകുട്ടി മൊനാലിസ, അവളുടെ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് ഇടണം തോന്നി. അതുകൊണ്ടാണ് കേട്ടോ. അതെന്താ പറഞ്ഞാൽ ഒരു പാവം ഒരു പെൺകുട്ടി ബോച്ചെ, എത്ര പറഞ്ഞാലും മതി വരാത്ത ഉയരങ്ങളിലേക്കാണ് ആ കുട്ടീനെ എത്തിച്ചിരിക്കുന്നത്. ആ കുട്ടീനെ അതിൽ വൈറലായ ശേഷം ആദ്യത്തെ ആ കുട്ടിയെ വെച്ചിട്ടൊരു ഫങ്ഷൻ ചെയ്തത് ബോച്ചയാണ്. അതുകൊണ്ട് അയാൾക്കും നന്മ വരട്ടെ, ആ കുട്ടിക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഏതൊരു പാവപ്പെട്ടവനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആദ്യം ഇറങ്ങുന്നത് ബോച്ചയാണ്. വർത്തമാനങ്ങൾ ആദ്യമൊക്കെ എന്തോ ആയിക്കോട്ടെ, എന്നാലും പാവപ്പെട്ടവരെ സഹായിക്കാൻ മുതലാളിമാരിൽ ഒരു ആളുണ്ടെങ്കിൽ അത് ബോച്ചെ തന്നെയാണ്. അതിനിപ്പോൾ ആര് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിൽ ആര് എതിർത്താലും പറയേണ്ടത് പറയണം, അത് ബോച്ചെ തന്നെയാണ്. എത്ര മുതലാളിമാരുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ആരെയും കൈപിടിച്ച് ഉയർത്താൻ ഒരാളും വരുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ പെൺകുട്ടിക്ക് പാവം പേടിച്ചിരണ്ട പോലെയാണ് ആ കുട്ടി നിൽക്കുന്നത്. കാരണം ആ കുട്ടിക്ക് ആദ്യത്തെ അനുഭവമാണിത്. ആ കുട്ടി അവിടുന്ന് ഫ്ലൈറ്റിൽ തന്നെ ആദ്യമായിട്ട് കയറുകയാണത്രേ. ബോച്ചെ ആ കുട്ടിക്ക് ഈ വക എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതിന് ബോച്ചയ്ക്ക് ഒരായിരം നന്ദി. ഇങ്ങനെയുള്ള കുട്ടികളെ വേണം നമുക്ക് കൈപിടിച്ച് ഉയർത്താൻ. ഹണി റോസിനെ ഇനിയും ബോച്ചെ ആ കുട്ടിയെ സഹായിക്കും. വാലൻറ്റൈൻസ് ഡേ ദിനത്തിൽ തന്നെ ആ കുട്ടിക്ക് കുറച്ച് വിദ്യാഭ്യാസം, ഒരു വീടും, ഒരു ഷീറ്റ് മേഞ്ഞൊരു കുടിലാണ് ആ കുട്ടി താമസിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഇനി കിട്ടും. കാരണം ആ കുട്ടിയെ വെച്ചിട്ടൊരു സിനിമ ഹിന്ദിയിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ മലയാളികളും അതേപോലെ ആ കുട്ടിക്ക് സിനിമ കൊടുക്കരുത്. മലയാളത്തിൽ വന്നിട്ട് കാര്യമൊന്നുമില്ല. ആ കുട്ടിക്കും ഇപ്പം എന്തായാലും ഹണി റോസിനൊരു തിരിച്ചടിയാണിത്. അവൾ ചെയ്ത തെറ്റിൻ്റെ പ്രായശ്ചിത്തമായിട്ടാണ്. ആളുകൾ ഉണ്ടോ ഇല്ലേ, അവൾ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം പിന്നെ പാലക്കാടാണ് അവളൊരു ഉദ്ഘാടനത്തിന് വന്നത്. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കോളേജ് കുട്ടികളും അവിടുത്തെ കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാടാണത്. അവൾക്ക് വിജയം കിട്ടിയിട്ടില്ല. കാരണം ഒരു നല്ല മനുഷ്യനെയാണ് അവൾ ഇത്രയും ദിവസം ജയിലിൽ ഇടിയിപ്പിച്ചത്. അതിൻ്റെ ഫലമാണ് അവൾ അനുഭവിച്ചത്. അയാളുടെ പൈസയും വാങ്ങി ഉദ്ഘാടനം ചെയ്യാൻ വന്ന എന്തായാലും ആൾ ഗോൾഡ് കൊടുക്കലുണ്ട് ആ മനുഷ്യൻ. അതും വാങ്ങിച്ച് എല്ലാം ചെയ്തിട്ടാണ് അവൾ ആ മനുഷ്യന് നേരെ. ഇത് ശരിക്കും ഹണി റോസിനുള്ള ഒരു തിരിച്ചടി തന്നെയാണ്. അത് നന്നായി അവളങ്ങനെ ചെയ്തു. കാരണം ഒരു പാവപ്പെട്ട കുട്ടി രക്ഷപ്പെട്ടല്ലോ. ആ കുട്ടിക്ക് അവൾക്ക് കിട്ടേണ്ട ഗിഫ്റ്റും, ആ കുട്ടിക്ക് ഈ പൈസയൊക്കെ ഭയങ്കര വലുതായിരിക്കും. അവർക്കൊന്നും പിന്നെ വസ്ത്രങ്ങളും വേണ്ടല്ലോ. ഈ കുട്ടി നോക്ക്, പേടിച്ചേരാൻ. ആ കുട്ടി എന്തോ വല്ലായിട്ടുണ്ട്. നല്ലൊരു മോളാണ്. എന്തായാലും പടച്ചവൻ ആ കുട്ടീനെ രക്ഷിക്കട്ടെ. പിന്നെ അവളെ കാണാൻ ഒരുപാട് ആൾക്കാർ, ഹണി റോസിൻ്റെ അത്ര ആൾക്കാരൊന്നുമില്ല. അതെന്തായാലും ഹണി റോസിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും വരുന്നത് നമുക്കറിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ അവളും അങ്ങനെ വരുന്നത്. എന്നാലും ഈ കുട്ടീനെ അതിന് ഒരുപാട് ആൾക്കാർക്ക് ഈ കുട്ടിയെ അറിയില്ല. അതുകൊണ്ടൊക്കെയാണ്. എന്നാലും ബോച്ചെ എന്തായാലും ഒരു അപാര സൃഷ്ടി തന്നെയാണ്. എന്തായാലും ഇത്രയ്ക്കും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ആ കുട്ടിയെ ആദ്യമായിട്ട് സിനിമയിലെടുത്തിട്ടുണ്ട് ഹിന്ദിയിൽ. പക്ഷേ കേരളത്തിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ആ കുട്ടിക്കും തന്നെ കേരളം ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറയുന്നത്. എന്തായാലും ആ കുട്ടി നന്നായി ജീവിക്കട്ടെ, അത്രേ നമുക്ക് പറ്റുള്ളൂ. ഇനിയും ആ കുട്ടി ഉയരങ്ങളിൽ എത്തട്ടെ. അതിനൊരു കാരണക്കാരൻ ബോച്ചയായതിൽ നമുക്ക് അഭിമാനിക്കാം. എന്തായാലും നമ്മുടെ കേരളത്തിലത്തെ ഒരാളാണല്ലോ ആ കുട്ടിയെ ഈ നിലയ്ക്ക് എത്തിച്ച് കൊണ്ടുവന്ന് നാലാളുടെ മുമ്പിൽ. ഇനി എന്തായാലും ആ കുട്ടിക്ക് നല്ല ഉയർച്ച കിട്ടിക്കോളും, അത് ഉറപ്പ് തന്നെയാണ്. ആ മോൾക്ക് കുംഭമേളയിലൂടെ ലഭിച്ച ഭാഗ്യമാണ്. ഒന്നും കൂടി വേണ്ടിയിരുന്നു എന്ന് എനിക്കും തോന്നുന്നത്. ആ കുട്ടിയെ ആദ്യമായി ഈ സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിച്ച ആ ഫോട്ടോഗ്രാഫറെയും കൂടി വിളിക്കേണ്ടതായിരുന്നു. പിന്നെ ഒരു കാര്യം, ആദ്യമായി ബോച്ചെ മരുമകനെ പരിചയപ്പെടുത്തി ഈ ഉദ്ഘാടന വേളയിൽ. അതും ഏറ്റവും വലിയ കാര്യമാണ്. ബോച്ചയ്ക്കും ഒരു കുടുംബമുണ്ട്.
അവർക്കും അഭിമാനം ഉണ്ടെന്നൊന്നും ആരുമില്ല. ഹണി റോസ് വിചാരിച്ചില്ല. അതിൻ്റെ ഫലമാണ് ഇന്ന് ഒരു റോസ് പൂവും കാണിച്ചും കൊണ്ട് വാലൻറ്റൈൻസ് ഡേ പറയേണ്ട ഗതി വന്നത്. അല്ലെങ്കിൽ ഈ എത്ര കൊല്ലമായിട്ട് ഈ ബോച്ചൻ്റെ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൻ്റെയൊക്കെ ഉദ്ഘാടനത്തിന് വന്നതാണ് അവൾ. ഇപ്പോഴോ അതാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് പറഞ്ഞു. അവൾ വിചാരിച്ച് ബോച്ചനെ പിടിച്ച് എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് തരം താഴ്ത്തി വയ്ക്കുന്നു. പക്ഷേ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്ന അവൾ മനസ്സിലാക്കിയില്ല. അതാണിപ്പോൾ ഹണി റോസിന് സംഭവിച്ചിരിക്കുന്നത്. ഗൾഫിൽ ഉദ്ഘാടനത്തിന് പോയി. അവിടെയും ബോച്ചെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം ഗൾഫുകാർക്കറിയാം അവിടെ ഒരാളിനെ തൂക്കിലേറ്റാൻ വിധിച്ചതിന് പെരും ചൂടുള്ള സമയത്ത് സമൂഹത്തിലിറങ്ങി നടു റോഡിൽ കൂടെ ഉണ്ടായി അയാൾ പൈസ പിരിച്ചത് ഗൾഫ് നാടുകളിലറിയാം. പിന്നെ ഇവളെ അവർ സ്വീകരിക്കുമോ? ഇവൾ മുഖാന്തരം ആർക്കാണ് ലാഭം ഉണ്ടായിരിക്കുന്നത്? ഇവൾ ആർക്കാ 10 പൈസ കൊടുത്തിരിക്കുന്നത്? അവളുടെ എന്താ പറയുക, പറയുന്നില്ല. അവളുടെ ആർക്കും ഉപകാരമില്ല. എന്നിട്ട് വെച്ച് കെട്ടിയും കൊണ്ട് നടന്നിട്ട് അതുപോലെ അയാളുടെ പേരിൽ കേസ് കൊടുത്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കി എന്തെല്ലാം പ്രശ്നങ്ങളാണ് അതിൻ്റെ മേലുണ്ടാക്കിയത്. അവളുടെ പിന്നിന്ന് കളിച്ച ആൾക്കാരൊക്കെ ഇപ്പോൾ എവിടെ? ഇപ്പോൾ സിനിമാ ലോകത്ത് തന്നെ അടിയാണ്. ഇനി അവളുടെ സിനിമ ഇതുവരെ റിലീസായോ? അതും കൂടി അവൾക്ക് കിട്ടിയ തിരിച്ചടിയാണ്. ഇതൊക്കെയാണ് ആൾക്കാർ ആലോചിച്ച് പ്രവർത്തിക്കണം എന്ന് പറയുന്നത്. സിനിമാ ലോകം എന്ന് വെച്ചാൽ വലിയ കോപ്പാണെന്ന് അവരുടെയൊക്കെ വിചാരങ്ങൾ. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടി ആ കുട്ടൻ നിഷ്കളമായ ചിരിയൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഇത് ഇടണം തോന്നിയിട്ട്, അതുകൊണ്ടാണ്. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ഇത്രയൊക്കെയുള്ളേ. അസ്സലാമു അലൈക്കും.